വീട്ടിലുള്ള പ്രായമായവർ അവർ വീട്ടിൽ നിന്ന് ഒരിടത്തേക്ക് പുറത്തു പോയാൽ അവർ പോകേണ്ട സ്ഥലത്ത് എത്തിയോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്താനുള്ള ബാധ്യത വീട്ടിലുള്ള മറ്റുള്ളവർക്കുണ്ട്. അത് ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉറപ്പുവരുത്താൻ വീട്ടുകാർ തയ്യാറാകാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം വാഹനമിടിച്ച് വൃദ്ധയെ തിരിച്ചറിയാതെ കിടന്നത് 8 മണിക്കൂർ. വാഹനാപകടത്തിൽ ഒരാൾ അപകടത്തിൽപ്പെട്ട് റോഡിൽ കിടക്കുന്നത് അറിയാതെ ആ റോഡിലൂടെ പോയ മറ്റു വാഹനങ്ങളും ആ മൃതശരീരത്തിലൂടെ കയറിയിറങ്ങി എന്ന് പറയുമ്പോൾ എത്രമാത്രം ദാരുണമായിരുന്നു ആ ഒരു അന്ത്യം ആ അമ്മയ്ക്ക് ഉണ്ടായത് എന്ന് ആലോചിച്ചാൽ ശരിക്കും മനസാക്ഷിയുള്ള ആർക്കും അത് താങ്ങാനാകില്ല. ദേശീയപാതയിൽ പാലക്കാട് കണ്ണാടി മണലൂർ ബസ് സ്റ്റോപ്പിന് സമീപം വാഹനമിടിച്ചു മരിച്ച വയോധികയുടെ മൃതദേഹം വേറെയും വാഹനങ്ങൾ കയറിയിറങ്ങി ചതഞ്ഞരഞ്ഞു എന്നാണ് വാർത്തകൾ. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:45 ദാരുണ സംഭവം പുറത്തറിഞ്ഞത് 8 മണിക്കൂറിന് ശേഷം. കണ്ണാടി മണലൂർ പരേതനായ കൃഷ്ണന്റെ ഭാര്യ പൊന്നുകുട്ടിയാണ് മരിച്ചത്. 85 വയസ്സായിരുന്നു പ്രായം. ഒരു ബസ്സാണ് വയോധികയെ ആദ്യം ഇടിച്ചത് എന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. അതുവഴി പോയ ദേശീയപാത മെയിന്റനൻസ് ജീവനക്കാർ മനുഷ്യ ശരീരമാണ് എന്ന് പോലും മനസ്സിലാക്കാതെ മൃതദേഹാവശിഷ്ടങ്ങൾ രാവിലെ 9:30 റോഡരികിലേക്ക് മാറ്റിയിട്ടിരുന്നു. പിന്നീട് പഞ്ചായത്ത് അംഗം KS അനീഷും പരിസരവാസികളും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് 1/2 കിലോമീറ്റർ അകലെ താമസിക്കുന്ന പൊന്നുകുട്ടിയുടെ മൃതദേഹമാണ് എന്ന സംശയം ഉയർന്നത്. മകനെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു. കറുപ്പുമുണ്ട്, തലമുടി, കഴുത്തിലെ കറുപ്പ് ചരട്, ചെമ്പു മോതിരം എന്നിവയാണ് തിരിച്ചറിയാൻ സഹായകരമായത്. ശനിയാഴ്ച വൈകിട്ട് 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ചില ദിവസങ്ങളിൽ അടുത്തുള്ള ബന്ധുവീടുകളിൽ പോയി ഇത്തരത്തിൽ താമസിക്കാറുണ്ട് എന്ന് വീട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെ അവർ അന്വേഷിച്ചില്ല. ഇടിച്ച ബസ് കണ്ടെത്താനായി പോലീസ് അന്വേഷണം തുടരുകയാണ്. സംസ്കാരം നടത്തുകയും ചെയ്തു. ശരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശനിയാഴ്ച വീട്ടിൽ നിന്ന് പോയ ആളാണ്. അപ്പോൾ ഈ സംഭവം നടന്നിരിക്കുക ശനിയാഴ്ച രാത്രി 1:45 രാത്രി 1:45 ഈ വയോധിക എന്തിനാണ് റോഡിൽ ഇറങ്ങി നടന്നത് എന്ന ചോദ്യവും ഇവിടെ ഉയരുകയാണ്. 1:45 വാഹനം ഇടിച്ചു എന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അത്രയും നേരം ഈ അമ്മ ചെന്നെത്തിയ സ്ഥലത്തോ അല്ലെങ്കിൽ ഈ അമ്മ അവിടെ എത്തിയോ എന്ന് ഈ മക്കളോ അന്വേഷിച്ചില്ല. പരിസരവാസികൾ ഇപ്പൊ അടുത്ത വീടുകളിൽ പോകാറുണ്ട് അല്ലെങ്കിൽ ബന്ധു വീടുകളിൽ പോകാറുണ്ടെന്ന് അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അന്വേഷിക്കും, ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറയാം. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായില്ല എന്നത് തന്നെയാണ് ഈ ഒരു അപകടത്തിന് പിന്നിൽ, ഈ അപകടം ഉണ്ടാകാൻ അല്ലെങ്കിൽ അപകടമുണ്ടായിട്ടും അവർ തിരിച്ചറിയാതെ റോഡിൽ കിടക്കാനും ഒക്കെ കാരണമായത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു അമ്മയുടെ ഒരു ദുരവസ്ഥ നമ്മൾ കണ്ടതാണ്. സ്വന്തം വീട്ടിൽ മകന്റെ ഭാര്യയുടെ പീഡനമേറ്റ ഒരു അമ്മയെക്കുറിച്ച്. ആ അമ്മയെ നിയമത്തിന്റെ മുന്നിൽ, സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു. എല്ലാവരും ഇപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി വാദിക്കുകയാണ്. ആ മകളെ പോലീസ് കസ്റ്റഡിയിലാണ്. മരുമകൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അവരുടെ ജോലി പോയി. ആ കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ നടന്നു. പക്ഷേ ഇതുപോലെ വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ മക്കളിൽ നിന്ന് തന്നെ മരുമക്കളിൽ നിന്ന് തന്നെ ഒരുപാട് പീഡനം അനുഭവിക്കുന്ന ഇത്തരം അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നതൊരിക്കലും നമുക്ക് നിഷേധിക്കാനാവില്ല. ശരിക്കും അത്തരക്കാരെ നമുക്ക് ബോധവൽക്കരിക്കാൻ, എല്ലാവരെയും നമുക്ക് ബോധവൽക്കരിക്കാനാവില്ല. ഇതൊക്കെ ഒരു മനസാക്ഷിയാണ്. സ്വന്തം അമ്മ, സ്വന്തം അച്ഛൻ, എൻ്റെ അമ്മായിയമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മായി അച്ഛൻ, അവരോടൊക്കെയുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. ഒരാളെ പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ടതല്ല. അത് ഒരു മനസാക്ഷിയുടെ കാര്യമാണ്. പലയിടത്തും, എല്ലായിടത്തുമല്ല, ചിലയിടങ്ങളിലെങ്കിലും വളരെ പൊന്നുപോലെ അമ്മയും അമ്മായിയമ്മയും ഒക്കെ പരിഗണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ പലയിടത്തും ഇത് ഇത്തരക്കാർ കൂടുതലാണ് എന്നതാണ് ഒരു വസ്തുത. ശരിക്കും നമ്മൾ മനസ്സിലാക്കുക, എല്ലാ മനുഷ്യരും, എല്ലാവർക്കും അറിയുന്ന എല്ലാ മനുഷ്യരും ഈ അവസ്ഥയിലൊക്കെ കടന്നു പോകുന്നതാണ്. അപ്പോൾ അടുത്ത തലമുറയിൽ നിന്ന് നമുക്കും ഇതൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കുക. കൂടെ ഉള്ളവരെ വളരെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യാനുള്ളൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം. ഇത്തരം സംഭവങ്ങൾ പുറത്തുണ്ടാകുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് കരയുന്നവർ സ്വന്തം വീട്ടിലെ അമ്മയും അച്ഛനും അമ്മായിയമ്മയും അമ്മായിയപ്പനും ഒക്കെ ഹാപ്പിയാണ് എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. എപ്പോഴും നമ്മുടെ ചുറ്റും ഉള്ളവരെ സന്തോഷിപ്പിച്ച് നിർത്തുമ്പോൾ അവരുടെ സന്തോഷം നമുക്കും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നൽകുക. അതുവഴി നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും. എന്തായാലും ഒരു വാഹനാപകടം ഉണ്ടായതിനു ശേഷം തുടർച്ചയായ വാഹനങ്ങൾ കയറി ഇറങ്ങി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ വാഹനം ഇടിച്ച് വഴിയിൽ കിടക്കുന്ന മിണ്ടാപ്രാണികളെ കാണാറുണ്ട്. അത്തരം ഒരു അവസ്ഥയായി പോയല്ലോ ആ അമ്മയുടെ കാര്യത്തിൽ എന്ന് ഓർക്കുമ്പോൾ ആ മകന് ഇനിയുള്ള കാലം സുഖമായി ഉറങ്ങാൻ സാധിക്കുമോ എന്ന ചോദ്യവും സമൂഹം ഉയർത്തുകയാണ്. എല്ലാ അമ്മമാരും അവരവരുടെ വീടുകളിൽ, നിരത്തുകളിൽ ഒക്കെ സുരക്ഷിതരായിരിക്കട്ടെ. അമ്മമാർ മാത്രമല്ല, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.